നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫില്ലിങ്സ് ഉണ്ട്. പെർമനൻറ്റ് ഫില്ലിങ്ങും ഉണ്ട്, ടെമ്പററി ഫില്ലിങ്ങും ഉണ്ട്. ഒരു സൈഡിലാണ് കേട് വന്നതെന്ന് വെച്ചോ, അപ്പോൾ ആ സൈഡ് ഫില്ല് ചെയ്ത് കൊടുത്ത് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത്. ആ പല്ലിൻ്റെ തന്നെ വേറെ സൈഡിൽ, ഇപ്പം ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നേരെ ഫ്ലോസ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കേട് വരാം. GIC വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ്ലിയർ ഫില്ലിംഗ് ആണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ സ്റ്റോക്കിങ്ങിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ റെന അഭിലാഷ്, ഡെന്റിസ്റ്റ്, ശക്തി ഹോസ്പിറ്റൽ, പ്രാവച്ചമ്പലം. ഡോക്ടർ, വെൽക്കം ടു ദി ഷോ. ഡോക്ടർ, നമ്മൾ എപ്പോഴും പല്ലിനെ കുറിച്ചാണ്, പല്ലിൻ്റെ സൗന്ദര്യം എങ്ങനെ കൂട്ടാം, പല്ലിൻ്റെ സംരക്ഷണം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് എപ്പോഴും സംസാരിക്കുന്നത്. ഇപ്പോൾ പല്ല് പോട് വന്നാൽ, പോട് വരുന്നതെന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉള്ളവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പല്ലിൽ പോട് വരിക എന്നുള്ളത്. അപ്പോൾ പോട് വരുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കുറേ എപ്പിസോഡ്സിൽ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ കൊണ്ടാണ് ഈ പോട് വരുന്നതെന്നുള്ളതും അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഫില്ലിങ്സ് എങ്ങനെയാണ്, അത് ഇളകിപ്പോകുന്ന ഫില്ലിങ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പെർമനൻറ്റ് ഫില്ലിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ടൈപ്സ് ഓഫ് ഫില്ലിങ്ങിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് അറിയേണ്ടത്. എന്താണ് ഡോക്ടർ ഈ ഫില്ലിംഗ് എന്ന് പറയുന്നത്? നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫില്ലിങ്സ് ഉണ്ട്. പെർമനൻറ്റ് ഫില്ലിങ്ങും ഉണ്ട്, ടെമ്പററി ഫില്ലിങ്ങും ഉണ്ട്. ആദ്യം നമുക്ക് ടെമ്പററി ഫില്ലിങ്ങിനെ കുറിച്ച് പറയാം. ടെമ്പററി ഫില്ലിങ് സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടില്ല, ഇനി അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ കൂടുതലും ടെമ്പററി ഫില്ലിങ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ റൂട്ട് കനാലിന് 2 സിറ്റിംഗ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ പൾപ്പൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ നമ്മളൊരു ടെമ്പററി ആയിട്ടൊന്ന് അടച്ചു വെക്കും. അഴുക്കോ ഫുഡ് മെറ്റീരിയൽസോ ഒന്നും കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ടെമ്പററി ആയിട്ട് അടച്ചു വെക്കും. അത് ഒരു ചോക്കി വൈറ്റ് കളറുള്ള ഒരു മെറ്റീരിയലാണ്. സിങ്ക് ഓക്സൈഡ് യൂജിനോൾ എന്ന് പറഞ്ഞൊരു മെഡിക്കേഷനാണത്. അപ്പം അത് വെച്ചിട്ട് ആണ് നമ്മൾ ടെമ്പററി അടയ്ക്കുന്നത്. അപ്പോൾ അതിന് വലിയ സ്ട്രെങ്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്രിക്കോഷണറി രീതിയിൽ നമ്മൾ ആ മെറ്റീരിയൽ വെച്ചിട്ട് അടയ്ക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ വലിയ ഒരു കേടുണ്ടെന്ന് വിചാരിച്ചു, അപ്പോൾ നമുക്ക് ആ കേട് പൽപ്പെത്തിയോ ഇല്ലേന്ന് എക്സ്റേയിൽ കൂടി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചോ. അങ്ങനത്തെ കേസുകളിൽ നമ്മൾ നല്ലോണം ആ പല്ല് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ടെമ്പററി ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് വരാൻ പറയും. ഇപ്പോൾ ഈ 1 വീക്കിനകത്ത് പെയിൻ ഒന്നും വന്നിട്ടില്ല പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പേഷ്യൻറ്റിന് പെർമനൻറ്റ് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ പെർമനൻറ്റ് ഫില്ലിംഗ് വെക്കത്തില്ല. നമ്മൾ റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം പെർമനൻറ്റ് ഫില്ലിംഗ് ചെയ്ത് ക്യാപ്പിട്ട് വെക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ടെമ്പററി ഫില്ലിംഗ് കൊണ്ട് നമ്മളുടെ യൂസസ്. പിന്നെ നെക്സ്റ്റ് ഒരു ഇതാണ് പെർമനൻറ്റ് ഫില്ലിംഗ്. അപ്പോൾ പെർമനൻറ്റ് ഫില്ലിങ്ങിൽ ഫസ്റ്റ് നമ്മൾ കുറേ ഇപ്പോൾ ഒരു 10-15 വർഷം മുന്നേ വളരെ സുലഭമായിട്ട് ചെയ്തതാണ് അമാൽഗം ഫില്ലിംഗ്. അത് ഒരു സിൽവർ കളർ ഫില്ലിംഗ് ആണ്. അതിന് കുറേ ഡ്രോബാക്സ് ഉണ്ട്. അതിന് സ്ട്രെങ്ത് ഒരു പോസിറ്റീവാണ്, പക്ഷെ അതിലേറെ അതിന് ഡ്രോബാക്സ് ഉണ്ട്. പല ക്ലിനിക്സും ഇപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ. അപ്പം അത് മെർക്കുറിയും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത്. അതിൻ്റേതായ ടോക്സിസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം അമാൽഗം ഫില്ലിങ്സ് ഇപ്പോൾ ചെയ്യാറില്ല. പിന്നെ അതിൻ്റെ വേറൊരു ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വന്നിട്ട് ആദ്യം നല്ല സിൽവർ കളറിലിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കറക്കാൻ തുടങ്ങും. അപ്പം വാ തുറക്കുമ്പോഴും ഒക്കെ അതൊരു ഭംഗിക്കുറവാണ് ഈ കറുത്തിരിക്കുമ്പോൾ. പിന്നെ നമുക്ക് ഫ്രണ്ടിലെ പല്ലിലൊന്നും ഈ ഫില്ലിംഗ് വെക്കാൻ പറ്റത്തില്ല. ഈ കളറ് കാരണം തന്നെ ഫ്രണ്ടിലെ പല്ലിലൊന്നും ഈ അമാൽഗം ഫില്ലിംഗ് വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു നെക്സ്റ്റ് ഫില്ലിംഗ് ആണ്, ഇപ്പോൾ വളരെ കോമൺലി യൂസ് ചെയ്യുന്നൊരു ഫില്ലിംഗ് ആണ് GIC, ഗ്ലാസ് ഐനോമർ സിമെൻറ്റ്. ഇത് കുറേയും കൂടെ സ്ട്രോങ്ങർ ഫില്ലിംഗ് ആണ്. നമ്മളുടെ ഡെൻറ്റീൻ്റെ അത്രയും സ്ട്രെങ്ത് ഉണ്ട് ഈ ഫില്ലിങ്ങിന്. അപ്പം നമ്മൾ പോസ്റ്റീരിയർ അകത്തോട്ടുള്ള പല്ലിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫില്ലിംഗ് ആണിത്. പിന്നെ ഇതിന് ഒരു പ്ലസ് പോയിന്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഫ്ലൂറൈഡ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ പല്ല് തന്നെ ഫേർദർ കേടാവത്തില്ല. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയും ഈ ഫില്ലിംഗ് മെറ്റീരിയലുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് ക്ലോസ് ടു നമ്മളുടെ പല്ലിൻ്റെ ഷെയ്ഡാണ്, പക്ഷെ എക്സാക്റ്റ് നമ്മുടെ പല്ലിൻ്റെ ഷെയ്ഡല്ല. നമുക്ക് ഫില്ലിങ്ങും പല്ലും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ ഫില്ലിങ് നമ്മൾ അമാൽഗം ഫില്ലിങ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അത് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൂടെയാണ്. കാരണം ആ പല്ലിൽ നമുക്ക് ഫില്ല് ചെയ്ത പല്ല് നമ്മൾ എന്തെങ്കിലും ഹാർഡായിട്ട് കടിച്ചു കഴിഞ്ഞാൽ ആ പല്ലോട് കൂടി അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ പക്ഷേ നമ്മൾ ഈ GIC വെച്ച് കഴിഞ്ഞാൽ ആ ഫില്ലിങ് പൊട്ടിപ്പോകത്തേ ഉള്ളൂ, പക്ഷെ പല്ല് അവിടെ ഇരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും റീഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് ഉണ്ട് GIC വെച്ച് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ. ഓക്കെ ഡോക്ടർ, ഈ ഒരു പെർമനന്റ് ഫില്ലിങ്ങിന്റെയും ടെമ്പററി ഫില്ലിങ്ങിന്റെയും കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ടെമ്പററി ഫില്ലിങ് എത്ര നാളായിരിക്കും ഇരിക്കുന്നത്? ആ ഒരു ഡ്യൂറേഷൻ വളരെ കുറവാണ്. ടെമ്പററി ഫില്ലിങ് മോർ ദാൻ 2 വീക്സ്, ചിലപ്പോൾ 1 മന്ത് ഒക്കെ ഇരിക്കും. പക്ഷെ നമ്മളുടെ പർപ്പസ് എന്താണ്, നമ്മളത് എത്രയും പെട്ടെന്ന് മാറ്റി ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക ആണ് നമ്മളെ പർപ്പസ്. ഇപ്പോൾ ടെമ്പററി വെച്ചുകൊണ്ട് ചിലവർ ഫില്ല് ചെയ്യാതെ നടക്കും. പക്ഷെ അത് 1 മാസം കഴിയുമ്പോഴത്തേക്കും അത് ഇളകിപ്പോകും. അത് ജസ്റ്റ് തൽക്കാലത്തേക്ക് അഴുക്കും കേടൊന്നും കയറാതിരിക്കാൻ വേണ്ടി മാത്രം വെക്കുന്നൊരു സാധനമാണ്. അതൊരു ഫില്ലിംഗ് അല്ല, അതൊരു മെഡിക്കമെന്റ് പോലെ വെക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം പിന്നെ ഈ പെർമനന്റ് ഫില്ലിംഗ് വെക്കണം. തീർച്ചയായിട്ടും. ഇത് എങ്ങനെയാണ് ഇതിന്റെ ആ ഒരു റേറ്റ് ഒക്കെ വരുന്നത്? ഇപ്പൊ സാധാരണക്കാർക്കായിരുന്നാലും ആ ഒരു എല്ലാം ഇതുപോലെ ചെയ്ത് എന്തായാലും ഈ പോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കണം. കാരണം അതൊരു വേദനയാവും, അല്ലെങ്കിൽ പഴുപ്പ് ഇറങ്ങും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സാധാരണക്കാർക്കായിരുന്നാലും ഇത് വന്ന് ചെയ്യണമല്ലോ. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു റേറ്റ് ഒക്കെ? ടെമ്പററിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. പിന്നെ GIC കുറച്ച് കോസ്റ്റ്ലിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഫില്ലിംഗ് മെറ്റീരിയലിൽ വെച്ച് ഏറ്റവും നല്ലതും, ഏറ്റവും നല്ലതല്ല, കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് കോസ്റ്റ് കുറഞ്ഞത് GIC ഫില്ലിംഗ് ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോമ്പോസിറ്റ് ഫില്ലിംഗ് ആണ്. അപ്പം അത് കുറേ കൂടെ കോസ്റ്റ്ലിയർ ഫില്ലിംഗ് ആണ്. GIC വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ്ലിയർ ഫില്ലിംഗ് ആണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. കോമ്പോസിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ പല്ലിനെ എക്സാക്റ്റ് റെപ്ലിക്ക ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം എക്സ്പെഷ്യലി നമ്മളെ ഫ്രണ്ടിലെ പല്ലൊക്കെ പൊട്ടിപ്പോവാന്ന് വെച്ചോ, അപ്പോഴത്തേക്കും നമുക്കത് റെപ്ലിക്ക ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചിലവർക്ക് പല ഷെയ്ഡ്സ് ആണ് ഫ്രണ്ടിലെ പല്ല്. മുകളിലൊരു ഇൻസൈസർ ടിപ്പ്, അതായത് താഴത്തെ പോർഷനിൽ ഒരു ഷെയ്ഡായിരിക്കും, കുറച്ച് മേളിലോട്ട് വേറെ ഷെയ്ഡായിരിക്കും. കറക്റ്റ് എക്സാക്ട് ഷെയ്ഡ് മാച്ച് ചെയ്ത് നമുക്കത് ഇൻക്രിമെൻറ്റ്സ് ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഏത് പല്ല പൊട്ടിയെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റും. അതാണ് കോമ്പോസിറ്റിന്റെ ഒരു ഗുണവും പ്രത്യേകതയും. അത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല, അങ്ങനെയാണ്? പൊട്ടിപ്പോവാൻ സാധ്യത കുറവാണ്. എനിക്ക് GIC ആണ് കുറച്ചും കൂടെ സ്ട്രെങ്ത് വൈസ് GIC ആണ് കുറച്ചും കൂടെ സ്ട്രോങ്. പക്ഷെ എസ്തെറ്റിക് വൈസ് കോമ്പോസിറ്റ് ആണ് നല്ലത്. അത് ഏത് പല്ല് ഫില്ല് ചെയ്യുന്ന പോലെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ഫില്ലിംഗ് ആണ് കോമ്പോസിറ്റ്. ഈവൻ ചെറിയ സ്പേസിങ് ഒക്കെ വരുമ്പോൾ ഫില്ലിംഗ് മാത്രമായിട്ടല്ല നമുക്ക് കോമ്പോസിറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം ഫ്രണ്ടിൽ ചിലവർക്ക് ചെറിയ സ്പേസിങ് ഒക്കെ ഉണ്ടെങ്കിൽ കോമ്പോസിറ്റ് വെച്ച് അടച്ച് നമുക്ക് ആ പല്ലിന്റെ അതേ ഷേപ്പ്, അതായത് ഈ ഇടപ്പല്ലൊക്കെ വരുന്നവർക്ക് ആ ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. വേറെ ടൈപ്സ് ഓഫ് ഫില്ലിംഗ് ഇതാണ് മോസ്റ്റ് കോമൺലി ഇപ്പോഴത്തെ ഫില്ലിംഗ്. ഈ ഫില്ലിംഗ് ചെയ്തതിന് ശേഷം ആ പല്ല് കേട് വരില്ലെന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. അപ്പം ഈ തൊട്ടടുത്ത ഏതെങ്കിലുമൊക്കെ ഇത് പോടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതിനെയും ഇതുപോലെ ഫില്ല് ചെയ്ത് കൊണ്ടുപോകണോ, അതോ ഇതുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്? ഇല്ല, തൊട്ടടുത്തുള്ള പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി ആ പല്ല് ക്ലിയർ ചെയ്ത് തന്നെ പോകണം. പിന്നെ ആ പല്ലും നമ്മൾ നേരെ മെയിൻറ്റെയിൻ ചെയ്തില്ല, ഈ പറയുന്ന ഒരു റെഗുലർ ഡെന്റൽ വിസിറ്റ് എപ്പോഴും ആവശ്യമാണ്. ഇപ്പം ആ പല്ലിന് തന്നെ വേറെ ഏതെങ്കിലും ഭാഗത്ത് കൂടി പല്ല് കേടാകാൻ പറ്റും. ഇപ്പോൾ ഒരു സൈഡിലാണ് കേട് വന്നതെന്ന് വെച്ചോ, അപ്പൊ ആ സൈഡ് ഫില്ല് ചെയ്ത് കൊടുത്ത് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത്. ആ പല്ലിന്റെ തന്നെ വേറെ സൈഡിൽ, ഇപ്പൊ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ നേരെ ഫ്ലോസ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ കേട് വരാം. ആ പല്ലും അതിന്റെ സറൗണ്ടിങ് ഏരിയ GIC വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് കേട് വരാൻ സാധ്യത കുറവാണ്. അതിനൊരു ഫ്ലൂറൈഡ് റിലീസ് ഉള്ളതുകൊണ്ട് ആ പല്ല് സാധ്യത കുറവാണ്. അല്ലാതെ എല്ലാം പല്ലിനും അതൊരു കവറേജ് കൊടുക്കത്തില്ല. അപ്പൊ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും, ഞാൻ ഫില്ലൊക്കെ ചെയ്ത് വെച്ചു, ഇനിയിപ്പോ എനിക്ക് ഈ പല്ലിന് വേറെ കേടൊന്നും വരില്ല എന്നുള്ള ഒരു ധാരണ എല്ലാവർക്കും വരും. അപ്പൊ അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത്.
അപ്പോൾ ഫില്ലിങ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഏതൊക്കെ ഫില്ലിങ്സ് ആണ് നമുക്ക് ബെറ്റർ ആയിട്ടുള്ളതിനെ കുറിച്ചുമായിരുന്നു ഇന്ന് റെന ഡോക്ടർ നമ്മളോടൊപ്പം സംസാരിച്ചത്. ഡോക്ടർ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി.